السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذلك وكذلك بعثناهم ليتساءلوا بينهم. قال قائل منهم كم لبثتم. أنا لا قالوا لبثنا يوما أو بعض يوم. قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما وليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. صدق الله العظيم. قال وكذلك അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി 300 ചില്ലാൻ കൊല്ലം ഗുഹയിൽ അവരെ ഉറക്കിയ അതേ അത്ഭുതം, അപ്രകാരം തന്നെ ബഅസ്നാഹും അവരെ നമ്മൾ ഉണർത്തിയിരിക്കുന്നു. അപ്പൊ ഉറങ്ങിക്കിടന്നതും അത്ഭുതം, ഉണർന്നതും അത്ഭുതം. എന്തിനാണ് എന്നുള്ള പറയുന്നത്? എന്തിനാണ് ഈ ചരിത്രം ഇങ്ങനെ പറയുന്നത്? ലിയതസാഅലൂ ബൈനഹും, ഉറങ്ങി എണീറ്റാൽ അവര് പരസ്പരം ചർച്ച ചെയ്യാൻ വേണ്ടി. തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചർച്ച ചെയ്യാനാണ്. സഅല എന്ന് പറഞ്ഞാൽ ചോദിക്കുക. തസാഅല അതിന് പറഞ്ഞാണ് യതസാഅല, പരസ്പരം ചോദിക്കുക. എന്താണ് ചോദിക്കുന്നത്? അവരെന്നെ അവരുടെ കാര്യം ചർച്ച ചെയ്തിട്ട് ലോകം അറിയണല്ലോ. അപ്പൊ കാല ഖായിലും മിൻഹും, അതിന് ഒരാള് പറയുന്ന ഒരാള് പറഞ്ഞു, ചോദിക്കുന്ന ഒരാള് ചോദിച്ചു, കം ലബിസ്തും. അതങ്ങനെയാണ്, അവരെന്നെയാണ്. പക്ഷെ അവരിൽ നിന്ന് കുറച്ച് ആൾക്കാർ മറ്റാൾക്കാരോട് ചോദിക്കുക. നമ്മളങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഒരേ വിഷയം എല്ലാവരും കൂടി പങ്കാളികളാണെങ്കിലും നമ്മളിങ്ങനെ തിന്ന്, അല്ല എത്ര പജി തിന്നതെന്ന് നോക്കും. ഒരു പെട്ട തന്നെയാണല്ലോ, തിന്നയിൽ വരും പെട്ടുകണ്. എത്ര പെങ്ങൾ ഈ തിന്നോട്ടണ്? അപ്പൊ നിങ്ങളെത്ര തിന്നണ്, നമ്മളെത്ര തിന്നണെന്ന് ചോദിക്കുക, നിങ്ങളെത്ര എന്ന് ചോദിക്കുക. ഇവിടെ ആ ശൈലിയാണ്. കാല കായലും മിന്നും, ഈ ഉണർന്ന ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ചോദിച്ചു, കം ലഭിച്ചും, നിങ്ങളിപ്പോ എത്ര ഗുഹയിൽ ഉറങ്ങിയെന്ന്. ഇയാളും അതിൽ പെട്ട തന്നെയാണ്. കാലു, അപ്പൊ അവരിൽ മറ്റു ചില ആൾക്കാർ പറഞ്ഞു, ലബിസ്ന, നമ്മളെല്ലാരും കൂടി ഉറങ്ങിയത് യൗമൻ, ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഔ ബാലയും, അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ദിവസമല്ലേ, ഒരു ദിവസത്തിന്റെ കുറഞ്ഞ മണിക്കൂറേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ദിവസത്തിന്റെ പകുതി ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. അത് അവർ പറയാൻ കാരണം എന്താ വെച്ചാൽ അവർ ഈ ഗുഹയ്ക്ക് കയറിയത് രാവിലെ സമയമാണ്. 309 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഉണർന്നപ്പോ വൈകുന്നേരമാണ്. അപ്പൊ അവര് മനസ്സിലാക്കി ഇതിപ്പോ രാവിലെ കിടന്നിട്ട് വൈകുന്നേരം നീച്ചാണെന്ന്. അതുകൊണ്ടാണ് ഈ ഔ ബാലയോം എന്ന് പറയുന്നത്. രാവിലെ കിടന്നിട്ട് വൈകുന്നേരം നീച്ചാണെന്നാണ് അവർക്ക് തോന്നിയത്. അപ്പൊ അവരിങ്ങനെ ഈ സമയത്തിന്റെ വിഷയത്തിൽ തർക്കായി. എത്ര പേര് നമ്മൾ ഉറങ്ങിയത്, ഒരീസാണോ, പകുതിയാണോ, നേരം വെളുക്കുമ്പോ മാത്രമാണോ, ഉച്ചന്റെ ശേഷമാണോ, ഇങ്ങനെ തർക്കായപ്പോ കാലു, അവരെന്നെ ഒരു തീരുമാനത്തിലെത്തി. അവര് പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. എത്ര ഇപ്പൊ ഉറങ്ങിയെന്നുള്ള അള്ളാഹ്ക്കറിയാം. അതിൽ നമ്മൾ വല്ലാതെ ഇങ്ങനെ തർക്കിച്ചിട്ട് സമയങ്ങൾ എന്നൊക്കെ പഠിച്ചോന്നറിയാം, മുണ്ടാതിരിക്കുന്നത്. ഫബഅസു, ഇപ്പൊ നമുക്ക് വേണ്ടത് കുറച്ച് ഭക്ഷണമാണ്. അതുകൊണ്ട് ഫബഅസു, നിങ്ങൾ ഒരാളെ അയക്കും. ഫബഅസു, നിങ്ങൾ അയക്കും. അഹദക്കും, നിങ്ങളിൽ നിന്ന് ഒരാളെ. ബിവരിക്കും ഹാദ, ബിവരിക്കും ഹാദ എന്ന് പറഞ്ഞാൽ ഈ വെള്ളി നാണയം കൊണ്ട്. കാരണം അവർ ഉറങ്ങണ സമയത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന വെള്ളി നാണയമാണ്. അപ്പൊ അത് കുറച്ച് ചില്ലിക്കാശ് അവരെടുത്തുണ്ട്. അത് എടുത്തുകാണ്ട് 309 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, ഇതേറ്റ് അങ്ങാടിക്ക് ഒരാളെ പിടി. ഇപ്പൊ തർക്കിച്ചിരിക്കുന്ന സമയത്ത് വിശക്കുണ്ട്. ഫബഅസു അഹദക്കും, നിങ്ങളിൽ നിന്ന് ഒരാളെ പറഞ്ഞേക്കും. ബിവരിക്കും ഫബഅസു അഹദക്കും ഫബഅസു അഹദക്കും ബിവരിക്കും ഹാദ, അല്ലേ? സോറി, ഹാദി, ബിവരിക്കും ഹാദി. ഞാൻ ഓതിയത് അങ്ങനെ തന്നെ അല്ലേ?
അതിന്നല്ലേ വിവരിക്കും ഹാദിഹി, ഈ വെള്ളി നാണയം കൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരാളെ നിങ്ങൾ പറഞ്ഞു വിടും. ഇല്ലല്ലോ മദീന, അങ്ങാടിക്ക് വിടും, ടൗണിക്ക് വിടും. എന്നിട്ട് അയാൾ നോക്കട്ടെ അയ്യുഹ അസ്കാ തുആമൻ. അവിടെ ഒരുപാട് പഠിക്കാണ്ടിട്ടോ ഞാൻ പറയാം. അയ്യുഹ അസ്കാ തുആമൻ, ഏതാണ് നമുക്ക് തിന്നാൻ പറ്റിയ ഭക്ഷണം എന്ന് അയാൾ അങ്ങാടി നിന്ന് ശരിക്കും പരിശോധിക്കട്ടെ. കാരണം ഇവർ ഉറങ്ങണ സമയത്ത് അവിടെയൊക്കെ ബിംബാരാധകരും ദിക്കിയാനുസിനെ സുജൂദ് ചെയ്ത് ആദരിക്കുന്ന ആളുകളുമാണ്. അപ്പൊ അവിടുത്തെ എല്ലാ ഭക്ഷണം കൂടി തിന്നാൻ പറ്റൂല. ടേസ്റ്റ് ഉള്ളതാവും വേണം, ഹലാലാവും വേണം. അതിനാണ് അസ്ക. അപ്പൊ ഏതാണ് നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ല ഭക്ഷണം അയാൾ നോക്കിയെടുക്കട്ടെ. ഫല്യത്തിക്കും ബിരിമിനു, എന്നിട്ട് ആ നോക്കിയെടുത്തേന്ന് നമുക്ക് പറ്റുന്ന കുറച്ച് ഭക്ഷണം ആള് കൊണ്ടുവരട്ടേന്ന്. ഒരു പറയാണ് വല്യത്തലത്തഫ്. ഈ പോകുന്ന ആളുണ്ടല്ലോ, ആള് വളരെ സൂക്ഷ്മതയോടെ പോണം. നമ്മളുള്ള കാര്യം ജനങ്ങൾ അറിയരുത്, ജാഗ്രത പാലിച്ചു പോണം. വലാ യുഷ്ഇറന്ന ബിക്കും മഹദ, വലാ യുഷ്ഇറന്ന, തീർച്ചയായിട്ടും ആള് പറഞ്ഞു കൊടുക്കരുത് ബിക്കും നിങ്ങളെ കൊണ്ടായത്. ഒരാളോടും പറയരുത് ഗുഹയിൽ കുടുങ്ങിയ കുറെ ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് പറയരുത് കട്ട പുകയാണ്. ഒരു ഗുഹന്റെ ഉള്ളിൽ ഇങ്ങനെ ചർച്ച ചെയ്യണം. നല്ല രസമുണ്ട് അർത്ഥം വെക്കാൻ. അവരാ ഗുഹന്റെ ഉള്ളിൽ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തആല ഉദ്ധരിക്കാണ്. ഇനി അതിനെ നമുക്ക് പഠിക്കാം. ഇതാണ് അർത്ഥം. പഠിക്കാനുള്ള പാഠം എന്താന്ന് വെച്ചാല്, ഇതിന് വേറൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ പരിഹാസപൂർവ്വം പരീക്ഷണാർത്ഥം ചോദിച്ച് വട്ടം കറക്കാൻ വേണ്ടി വന്ന ആളുകൾ അവര് അൽക്കഹഫിലെ ചരിത്രം ആ ചെറുപ്പക്കാരെ കുറിച്ചും ചോദിച്ചു. അപ്പൊ നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വരാത്തതിന്റെ പ്രയാസം വേദനക്കായി ഇപ്പൊ ആശ്വാസത്തിന്റെ വചനങ്ങളുമായി നബി സല്ലല്ലാഹു കടന്നു വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞാണ് കാരണം ഇവര് ഒരുപാട് നക്കിക്കൊല്ലാൻ നോക്കി, ഒരുപാട് ആക്രമിച്ചു നോക്കി, ആരും ദീന വിടണില്ല. പിന്നെ സ്നേഹിച്ചു പറഞ്ഞു നോക്കി, ദീന വിടണില്ല. പിന്നെ ഇങ്ങനെ വരട്ടി ചോദ്യമായിട്ട് വന്നിട്ട് കൊടുക്കാൻ നോക്കി. അപ്പൊ ഇതിലൊരു മറുപടി പറഞ്ഞത് അവരുടെ ചരിത്രമാണെങ്കിലും അതിലൊരു കുത്തുണ്ട്. എന്താണെന്നറിയോ? 7 ആളുകളും മാത്രം നിന്നിട്ട് നാട്ടുകാർ മുഴുവനും അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഗുഹയിൽ പോയി അഭയം പ്രാപിച്ച ആൾക്കാരാണ് അൽക്കഹഫിലെ 7 ആളുകൾ എന്ന് ഇവരോടാണ് പറയുമ്പോ അതിലൊരു ധ്വനിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ അവസ്ഥ, ഞങ്ങളെ ഈമാനെ കീഴ്പ്പെടുത്തി നശിപ്പിക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ ചരിത്രം തന്നെ അൽക്കഹഫിലെ ചെറുപ്പക്കാരുടെ ചരിത്രം ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോയാലും ഈമാന്ന് പിറകോട്ട് പോയില്ല. നാട്ടുകാരെതിർത്താലും വീട്ടുകാരെതിർത്താലും കുടുംബക്കാര് തള്ളിയാലും കൂട്ടുകാരെ പരിഹസിച്ചാലും ഈമാനിക പൊസിഷനിൽ നിന്നൊരു ഇഞ്ചി ഞങ്ങൾ ഇറങ്ങൂല എന്ന് തീരുമാനിച്ച കടുകട്ടിയുള്ള ഈമാന്റെ ആൺകുട്ടികളാണ് അൽക്കഹഫിൽ 7 ചെറുപ്പക്കാരെന്ന് മുത്തുനബിയാണ്ട് പറയുമ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും വരാവസ്ഥ തന്നെയാണ്. അതിനാണ് ഈ പറയുന്നത്. അതിന്റെ ഉള്ളിൽ അങ്ങനെയും കൂടി ഉണ്ട്. പിന്നല്ല ഇപ്പൊ ഞങ്ങളെ വരട്ടാൻ വേണ്ടി നിങ്ങൾ വരുന്നത് ചോദിച്ചിട്ട് പറ്റിക്കോളി, ആക്രമിച്ചിട്ട് പറ്റിക്കോളി, നാട്ടിൽ നിന്ന് പുറത്തായിക്കോളിയും, ഈമാന്ന് ഞങ്ങൾ അനങ്ങൂല. കാരണം അവരങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് മേലെയാണ്. അത് ഇവർക്ക് ഇട്ടിട്ടൊന്ന് വെച്ചതാവുള്ളൂ കൂടി. അപ്പോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 309 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണർന്നു നോക്കുമ്പോ അവര് ഉണർന്നവിടെ അല്ല എത്ര ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞത്. അപ്പൊ ഒരാൾ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ഒരീസം ഉണ്ടാവുള്ളൂ. ഒരാൾ പറഞ്ഞു ഒരീസൊന്നുമില്ല, സൂര്യൻ അസ്തമയ സമയത്ത് നമ്മൾ ഇറങ്ങി കയറി കിടന്നത് ഉദിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഒരീസം ഫുള്ളില്ല, ഒരു 12-10 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ചർച്ച. അപ്പൊ ചർച്ച നമ്മൾ ഒരു പരിധി ഇല്ലാതെ പോകണമെങ്കിൽ സ്റ്റോപ്പ് ആക്കണം. അതിലൊരാളെ ഇടപെടണം. അതാണ് ഇതിന്ന് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. കാരണം ഒരാൾ ഉണ്ടാക്കി അള്ളാഹ്ക്കറിയാം കഴിഞ്ഞു നമ്മൾ അങ്ങനെയല്ലോ അങ്ങാടി നോക്കെ ഒരു തുമ്പ വല ചർച്ച അങ്ങനെ പോണ്ടാവും. എന്നാ ഒരാൾ നീച്ചിട്ട് കല്യാണപ്പരയാണ് ഉണ്ടാതിരിക്കുക, അത് ഗവൺമെന്റ് ഏറ്റെടുത്തോളൂ, അല്ലെങ്കിൽ അത് അവരെ ഏറ്റെടുത്തോളൂ, നമ്മൾ ചോറേക്കാൻ വരിക, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കളകളാന്ന് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമില്ല. ഒരു തീരുമാനട്ടോ ആണില്ല, സമയം വെറുതെ പോവാ. അതിൽ ഒരാൾ ആൺകുട്ടിയാവണം, ഒരാളെ നീച്ച് വരണം. ഇത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് എവിടെയാവൂല. പിന്നെ ഈ ചർച്ചയിൽ ഒരു ഹൈറും ഇല്ല. അടുത്ത പണി നോക്ക. ആ മീറ്റിങ്ങിനൊക്കെ പറ്റും. നമ്മളെ യോഗത്തിലൊക്കെ കാണാം ഒരാവശ്യമില്ലാതെ ചർച്ച ചെയ്തിട്ട് അങ്ങനെ നീണ്ടു പോണു. 2 മണിക്ക് തുടങ്ങിയ യോഗം 4:15 തീർന്നിട്ടില്ല. 1.25 മണിക്കൂർ ഒരു ചർച്ച. എവിടേക്കെങ്കിലും ആക്കാൻ പറ്റൂല. ഇതുവരെ ചർച്ച ചെയ്തിട്ടായോ? ആയില്ല. അതിലാണ് ഒരാചാര്യ നീച്ചിക്കണ്ടി അടുത്ത പരിപാടി ഒക്കെ. അതാണ് ഇതിന്ന് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. ഖാലു റബ്ബുക്കും അലമു ബിമാ ലബിസ്തും. എത്രയാണ് ഇപ്പൊ നിങ്ങൾ താമസിച്ചുള്ളത് നമ്മൾ ചർച്ച ചെയ്താൽ എവിടെ എത്തൂല. അതിലോട്ട് ക്ലോക്കില്ല, അലാറും ഇല്ല.
പിന്നെ സൂര്യനെ നോക്കിയിട്ട് സമയം നമുക്ക് കഴിയില്ല. അപ്പൊ പിന്നെ പടച്ചോനറിയാം. ഞാൻ അടുത്ത പരിപാടി ഫബഅസു അഹദക്കും, ഒരാൾ അങ്ങാടിക്ക് പറഞ്ഞാക്കി ചങ്ങായിമാർ ഇവിടെ ചർച്ച ചെയ്ത് സമയം കളയാം. അടുത്ത പരിപാടി നോക്കി. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി, അങ്ങാടിക്ക് പൈസ ഇട്ട് പറഞ്ഞയച്ചിട്ട് സാധനം പ്രത്യേകിച്ച് പള്ളിക്കുള്ളാണെങ്കിൽ അത് തിന്നാൻ ടേസ്റ്റ് ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ പോലെ ഹലാലാണോന്നും കൂടി നോക്കണം. അതാണ് അസ്കാ തുഅം. ഞമ്മക്ക് തിന്നാൻ പറ്റിയത് എന്താ അവിടെ ഉള്ളതെന്ന് പരിശോധിക്കണം. ഇന്നിപ്പോ അത് പരിശോധിക്കണില്ല, വാരി വലിച്ചു മുണുങ്ങാണ്. ഏതെങ്കിലും കാലത്ത് പൂത്തി വെച്ച മരുന്നടിച്ച് മീനാണേ കാരം അത് അസ്കയാവോ? അത് വാങ്ങി മുണുങ്ങ. എന്തൊക്കെ കെമിക്കൽ ചേർത്ത അച്ചാറാണേ കാരം അത് മുണുങ്ങ. എവിടുന്നെങ്കിലും ഇറക്കുമതി ചെയ്ത പൊടിയാണേക്കാരും അത് മുണുങ്ങ. എന്നിട്ട് അങ്ങനെ എത്തിങ്ങാനിയൊക്കെ പൈസ ഇറച്ചാക്കിയിട്ട് മൂല്യന്മാരെ കൊണ്ട് ദ്വാരിപ്പിച്ചിട്ട് ഊര് ഒഴിഞ്ഞിട്ട് അങ്ങനെ നടക്കുക തന്നെ. ഇതൊക്കെ മുണുങ്ങിയാണ്ട് അതൊക്കെ ആവണല്ലോ ഭക്ഷണം അതൊക്കെ ആവണം. അതൊക്കെ ആയിട്ടില്ലെങ്കിൽ രോഗങ്ങൾ വരും. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അതിന് അറിയപ്പെട്ട പൊതു തഫ്സീറല്ലേ ഞാൻ പറയുന്നത്. അതിലിങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂചന. ലഹറൽ ഫസാദോ, എല്ലാ കുഴപ്പങ്ങളും വെളിവാവും. ഫിൽ ബർരി, ശരീരത്തിലും, വൽ ബഹരി, ഹൃദയത്തിലും. അപ്പൊ ശരീരത്തിൽ രോഗങ്ങൾ വരാൻ കാരണം ബിമാ കസബത്ത് ഐദിന്നാസ്, നമ്മളെ കയ്യിലിരിപ്പ് തന്നെയാണ്, ഒന്നായിട്ട് വാരി മുണങ്ങിയിട്ട് തന്നെയാണ്. അതാണ് ഈ സോക്കടൊക്കെ വരുന്നതെന്ന്. സംഗതി നോക്കാതെ, ഭക്ഷണം അതൊക്കെയാണെന്ന് നോക്കാതെ മുണങ്ങിയാല് ഫസാദാവും. ബർറ് ഫസാദാവും, ബഹറും ഫസാദാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവര് പറയാണ് നമുക്ക് തിന്നാൻ പറ്റിയ ഭക്ഷണം ഏതാണെന്ന് അങ്ങാടി പോയി നോക്കട്ടെ. കാരണം അവിടെ വഴിപാട് നടത്തിയിട്ട് പുണ്യം നേടിയിട്ട് വിൽക്കാൻ വെച്ച മത്സ്യങ്ങൾ ഉണ്ടാവും. അത് വാങ്ങിയിട്ട് നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. ആചാരപ്രകാരം കൊടുക്കുന്ന നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഞമ്മക്ക് തിന്നാൻ പറ്റിയ ഏതാന്ന് ഈ പോണ ആള് ശരിക്കും മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരട്ടെ. എന്നിട്ട് നമുക്ക് തിന്നാം. ഭക്ഷണം ടേസ്റ്റ് ഉണ്ടായ പോരാ, ഭക്ഷണം ഹറാമാണ് എങ്കിൽ അത് ചോരയ്ക്ക് കയറിയാൽ നിസ്കാരത്തിന് വരെ ഭക്തി ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. ദ്വാരുന്ന ഉത്തരം ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഈ 3 കാര്യം ഗൗരവത്തിൽ ഈ ഉമ്മത്തെടുക്കണം. ഇന്ന് പൈസ കിട്ടിയാൽ മതി, അത് പലിശയാണെങ്കിലും വേണ്ടിയില്ല. പൈസ കിട്ടിയാൽ മതി, വഞ്ചിച്ചിട്ടാലും വേണ്ടിയില്ല. പൈസ കിട്ടിയാൽ മതി, എങ്ങനെയാലും വേണ്ടി, ലോട്ടറി എടുത്തിട്ടാലും വേണ്ടിയില്ല. പൈസ കിട്ടിയാൽ മതി, ഹലാല ഹറാമോ നോക്കണ്ട. ഭക്ഷണം കിട്ടിയാൽ മതി, അത് ടേസ്റ്റ് ഉണ്ടോന്ന് മാത്രമേ നോക്കണുള്ളൂ. സമയം നോക്കൂല, സാധനം നോക്കൂല, ക്വാളിറ്റി നോക്കൂല, ഇറക്കുമതി എവിടുന്നാ നോക്കൂല, ഇതിൽ ശുഭത്തിന്റെ വല്ലതും കേറിക്കണമെന്ന് നോക്കൂല. തിന്നെ. ഇത് രണ്ടും ഈമാൻ കളഞ്ഞു കുളിക്കാൻ കാരണമാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ നമുക്ക് പഠിക്കാണ്ട് 309 കൊല്ലം ഉറങ്ങിയിട്ട് എണീറ്റപ്പോഴും അവർ അന്നം, ശരീരത്തിലേക്ക് കയറുന്ന, ചോരയിലേക്ക് കയറുന്ന അന്നം പൂർണ്ണമായി ഫ്രഷ് ആയിരിക്കണമെന്ന വാശിയുള്ളവരായി. അപ്പൊ 309 കാലത്തിന് ശേഷം ഒരു ദീർഘമായ ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഈമാനിക പ്രഭ അവരുടെ ആന്തരാളങ്ങളിൽ നിന്ന് വറ്റിപ്പോയില്ല, ആ നനവ് ഉണങ്ങിയില്ല. അതാണ് യഥാർത്ഥ ഈമാൻ. കാരണം അള്ളാനെ പേടിച്ച് അള്ളഹാനോട് ദ്വാരുന്നുണ്ടാക്കിയ ഈമാനാണ്, അത് ഇളകിപ്പോവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ പറഞ്ഞു, അങ്ങാടി പോയിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന ഭക്ഷണം ഏതാന്ന് ആൾ പരിശോധിച്ചിട്ട് കൊണ്ടിട്ടേ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചർച്ച അവിടെ നിർത്തുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു വൽ എത്തലത്തൊഫ്. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വൽ, വാവ്, ലാം, യാ, ടാ, ലാം, ത്വാ, ഫ. മനസ്സിലായില്ലേ? ഈ അക്ഷരങ്ങളാണ് ഖുർആനിലെ സെൻട്രൽ ഭാഗം. ഖുർആനൊരു മദ്യം ഉണ്ടല്ലോ, ആ മദ്യം വൽ എത്തലത്തൊഫ് എന്നതിലെ ത ആണ്. അക്ഷരങ്ങൾ ഇങ്ങനെ കണക്കൂട്ടിയാൽ ഖുർആനിലെ അക്ഷരങ്ങളിൽ സെൻട്രൽ അക്ഷരം, മധ്യഭാഗം, നടുഭാഗം ഏതാന്ന് വെച്ചാൽ വൽ യതലത്തൊഫ്. ലാസ്റ്റ് ഫാ, രണ്ടാമത്തെ പകുതിയിലെ മദ്യം, ആദ്യത്തേല് ത. ഇങ്ങനെ നിൽക്കണം ഖുർആൻ. ഇനി ഉസ്താദ്മാരെ ഇത് എവിടെ ഉണ്ട് നോക്കണ്ട. റൂഹുൽ ബയാൻ 5-ാം വള്ളിയത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ, ഞാൻ കണക്കൂട്ടിയല്ല, അവിടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ത്വ, ഈ രണ്ടാണ് ഖുർആൻ. ആദ്യ ഭാഗത്തെ പകുതിയിൽ താഴ്, പിന്നുള്ള ത്വഫ്, അങ്ങനെ താഴ് ത്വ, അങ്ങനെ 2 ഭാഗമായിട്ട്. വൽ യതലത്തൊഫ്, വൽ യതലത്തൊഫ്. ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന ആള് സൂക്ഷ്മമായി ജാഗ്രതയോടെ പോണം. ഒച്ചപ്പാടും ആളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൂട്ടരുത്. വളരെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം. വലായുഷ്റന്നബിക്കും മഹദ. നമ്മൾ ഇവിടെ ഉള്ള കാര്യം അയാൾ ആരെ ഉണർത്തരുത്, അറിയിക്കരുത്, അയാൾ ഭക്ഷണമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കണം. പിന്നെ ചരിത്രം മുഴുവനും അല്ല പറയണില്ല, കാരണം ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല. അത് ഇബ്നു കസീറൊക്കെ നോക്കണം, താരീഖിന്റെ ഗ്രന്ഥമല്ല. അള്ളാഹു ഗുണപാഠ നിർഭരമായ സംഭവങ്ങളുടെ ചില ശകലങ്ങൾ എങ്ങനെ പറഞ്ഞു.
പിന്നെ മഹാന്മാരെ മുഫസ്സിരികളാണ് അത് കൈകാര്യം ചെയ്യുക. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത്. അതോടുകൂടി ചരിത്രം മനസ്സിലാക്കണം. ഇവിടെ കാര്യം മനസ്സിലായി, 7 ആളുകളാണ്. അവര് ഗുഹയ്ക്ക് കയറി 309 കൊല്ലം പിന്നെ വരണുണ്ട്. 309 കഴിഞ്ഞിട്ട് ഉണർന്നപ്പോ അവര് പരസ്പരം ചോദിക്കാൻ തുടങ്ങി, കാലതാമസം. അപ്പൊ നമ്മള് ഇവിടെ എടുത്ത ദൈർഘ്യമായ സമയം ഒരീസ എന്ന് പറഞ്ഞു, അരീസാണെന്ന് പറഞ്ഞു. ചർച്ച നീണ്ടുപോയപ്പോ ചില ആളുകൾ പറഞ്ഞു മിണ്ടാതിരിക്കുക, അടുത്ത പരിപാടി നോക്കിയെന്ന് പറഞ്ഞു. ഒരാൾ അങ്ങാടിക്ക് വിട്ടു. പോണ ആള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ നമുക്ക് ചേർത്തി പിടിക്കേണ്ട പാഠങ്ങളും ഞാൻ ഉണർത്തി. അതിൽ ഒന്നാമത്തെ പാഠം, അന്യായമായ ചർച്ചകൾ നീണ്ടുപോകുമ്പോ ആൺകുട്ടികൾ എണീറ്റിട്ട് നല്ല രൂപത്തിൽ തടയിടാൻ ശ്രമിക്കണം. രണ്ടാമത്തെ പാഠം, അന്നം കഴിക്കുന്നത് ചോരയ്ക്ക് കയറുന്ന സാധനമായതുകൊണ്ട് ഫ്രഷാണോ എന്നും ഹലാലാണോ എന്നും ഗൗരവത്തിലെടുക്കണം. അതാണ് രണ്ടാമത്തെ ഈ ആയത്തിലുള്ള പാഠം. ഇത് രണ്ടും ജീവിതത്തിൽ ചേർത്തി ജീവിതത്തെ നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ടോ, അല്ലെങ്കിൽ ആകെ കുടുങ്ങും. ഒരിക്കലും മഹാനായ സയ്യിദുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിരുന്നിട്ട് നിങ്ങളോക്കൂ, കൈ തൊള്ളയിൽ കണ്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഛർദിക്കണം എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി ഇട്ട് പിന്നെ ഛർദിച്ച് ചോര വന്നിട്ട് ആ ഛർദിച്ച ചോരന്റെ അടിയിൽ ഇരുന്നിട്ട്, പഠിച്ചോനെ എനിക്ക് പറ്റണമൊക്കെ ഞാൻ പുറത്താക്കിക്കണം, ഇനി പറ്റാത്ത വല്ലതും പള്ളിയിലുണ്ടെങ്കിൽ അയ്യോ പൊരുത്തപ്പെട്ടു തരണം. എന്താ കാരണം എന്നറിയോ? അവരെ സെർവന്റ് ഉണ്ട്, അയാള് കുറച്ച് ഭക്ഷണം കൊടുത്തു. സാധാരണ സിദ്ദീഖുന്നവരുടെ കയ്യിൽ എന്ത് ഭക്ഷണം കിട്ടിയാലും ഇത് എവിടുന്നാന്ന് ചോദിച്ചിട്ട് തിന്നുള്ളൂ, അങ്ങനെ തിന്നുള്ളൂ. എന്റെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ചില ആൾക്കാരെ കാണാൻ റൂമിൽ എന്തെങ്കിലും കവറ് തൂക്കിയാണ്ട് പോണ്. ഞാൻ ഒന്നല്ല, ആരാ തൂക്കണെന്ന് എനിക്കറിയില്ല. എനിക്ക് തിന്നാൻ വേണ്ടി തൂക്കി പോവാണ്. അതിൽ നല്ല ഫ്രൂട്ട്സ് ഞാൻ ഒന്നല്ല. കാരണം എനിക്കിത് അറിയണം ആരാ കൊടുന്നത്, എനിക്കാണോ കൊടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ നിന്നുള്ളൂ. അല്ല തൂക്കിയതൊക്കെ കൂടി തന്നാ നിൽക്കുക ഞാൻ ഒന്നല്ല. അപ്പൊ അത് ഞാൻ തൂക്കിപ്പോണ ആളുകൾക്ക് വേണ്ടി പറയാണ്. കാര്യങ്ങൾ പറയാതെ തൂക്കിപ്പോയാൽ ആ സാധനം അവിടെ കേടുവരുന്നല്ല, എന്റെ വള്ളിലേക്ക് എത്തൂല. ഞാൻ തിന്നൂല. എനിക്ക് കൃത്യമായിട്ട് ബോധ്യമില്ലാത്തൊരു സാധനം ഞാൻ തിന്നലില്ല. വീട്ടിലും പുറത്തൊക്കെ അങ്ങനെ തന്നെയാണ്. തിന്നലുണ്ട്. വരുമ്പോ ബേക്കറി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, എന്നും ഭക്ഷണം കൊണ്ടുവരുന്ന ആളത് ഇരിക്കുന്നത്. ആ കൃത്യമായിട്ടമ്മക്കാരനാണ്. അജ്ഞാത ആള് കൊടുന്ന് വെച്ചാല് ഞാൻ നല്ല മലക്കാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അള്ളഹാനോട് പറയും എനിക്ക് മനസ്സിലായിട്ടില്ല ഏതാണെന്ന്. പള്ളി കാക്കണതിന് അഡ്രസ്സും ഉണ്ട്, എനിക്കറിയില്ല എന്ന് പറയും ഞാൻ. അപ്പോ പള്ളിക്ക് ഒരു സാധനം കയറുമ്പോ അത് ചോരയ്ക്ക് പോകാനുള്ളതാണ്. ആ ചോരയാണ് നമ്മളെ നടത്തുന്നത്. കുറച്ച് നജസ്സാണ് നമ്മൾ നിലനിർത്തുന്നത്. ചോര മുഴുവനും പോയാൽ നമ്മൾ പോയി. അപ്പൊ ഈ ചോരയ്ക്ക് കയറുന്നത് ഹറാമായാൽ സുജൂദിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, നിസ്കാരത്തിന് ഗൗരവം ഉണ്ടാവില്ല, നിസ്കാരത്തേക്ക് കയറിയ ശ്രദ്ധ ഉണ്ടാവില്ല, കൈ പൊന്നിച്ചിട്ട് ദ്വാരുന്ന ഉത്തരം ഉണ്ടാവില്ല, മരിക്കുമ്പോ ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിദ്ദീഖുന്നവർ ചോരൊക്കെ കൂടി ഛർദിച്ചിട്ട് ലാസ്റ്റ് അള്ളഹാനോട് പറയാം, പഠിച്ചോനെ ഈ വല്ലാത്തത് എനിക്ക് കിട്ടാത്തത് പള്ളിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പൊരുത്തപ്പെടണം. കാരണം എന്താ, ഇയാള് കുറച്ച് പലഹാരം കൊടുത്തു അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ എന്നും ഇത് ആര് തന്നാണ് എവിടുന്നാന്ന് ചോദിക്കാറുണ്ട്. അന്ന് മറന്നു തിന്നു. അപ്പൊ ഈ അടിമ പറഞ്ഞു, ഇത് ഞാൻ ജാഹിലിയ കാലത്ത് പഠിച്ചൊരു നാടകം ഉണ്ടായിരുന്നു, ഒരു പരിപാടി. അത് ദീനോട് ചോദിച്ചോന്നല്ല, അത് കളിച്ചു കൊടുത്തിട്ട് കിട്ടിയ സമ്മാനാണ് നിങ്ങൾക്ക് ഈ തന്നതെന്ന്. നാടകം കളിച്ചിട്ട്, നമ്മൾക്ക് ഉദാഹരണം പറയാം, നാടകം കളിച്ചിട്ട് കിട്ടിയ സാധനമാണത്, അതാണ് നിങ്ങൾക്ക് കൊടുന്നതെന്ന്. അള്ളാന്ന് അങ്ങോട്ട് പറയലും വലിയലും കണ്ണ് മേപ്പെട്ടകൊല്ലും തൊള്ളയൊക്കെ കൈയിടലും ഛർദിക്കലൊക്കെ ഒപ്പായി. പേടി. ആര് സ്വർഗത്തിന്റെ താക്കോല് കൈ കിട്ടിയ ആളാണ് ഇപ്പൊ ഈ കളി കളിക്കുന്നത്. നമുക്ക് സ്വർഗത്തിന്റെ എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടിയണോ? അഞ്ഞിപ്പോ കല്യാണത്തിന് വേണമെങ്കിലും നമ്മൾ നോക്കണം പലിശക്കാരനാണോ നോക്കണം. പലിശക്കാരന് കല്യാണത്തിന് പോകാൻ പാടില്ല. ഞാന് ഇവിടെ ഇപ്പൊ എനിക്ക് അങ്ങനെ അറിയില്ല, ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ സംശയമുള്ള സ്ഥലത്തേക്ക് ദർസുന്നൊരു കുട്ടിനെ ഞാൻ വിടൂല. കാരണം എന്റെ കുട്ടി കേട്ട് വരും. കിതാബോധി കൊടുത്തിട്ട് കാര്യമില്ല. പള്ളയെ കയറുന്ന ആറാമാണെങ്കിൽ കിതാബോധിട്ട് കാര്യമില്ല. ശരിക്കും ഈമാനോടെ ജീവിക്കൂല. ഇന്നിപ്പോ സത്യത്തിൽ ഉത്തരം കിട്ടാത്തതിന്റെ ഒരു കാരണം കേട്ടോ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പൂർണ്ണ ഹലാല് കിട്ടാൻ പെടാപാടുള്ള കാലാണിത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നല്ലോ ഹലാല് മാത്രം വിൽക്കണമെന്ന് കരുതിയിട്ട് പുറത്തിറങ്ങിയാലും അതിന്റെ ഇടയിൽ ഹലാലല്ലാത്തത് വരുന്നൊരു കാലാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് സൈഡ് എഫക്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് സൈഡ് എഫക്റ്റ്, എത്ര ശ്രദ്ധിച്ചാലും കടന്നു വരുന്ന മായങ്ങളുണ്ടല്ലോ, അതിനെ രക്ഷപ്പെടാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പരമാവധി സ്വതക്ക കൊടുക്കുക. എന്നാ ഈ പ്രശ്നം അതുകൊണ്ട് തീരും. ഹറാമിന്റെ കച്ചവടം തീരുന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കരുത്. പലിശക്കാരന്റെ കുഴപ്പം സ്വതക്ക കൊടുത്താൽ തീരുന്നല്ല പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കരുത്. ഹലാല് മാത്രമേ വിൽക്കൂ, ഹലാല ഇടപാടിൽ മാത്രം നിൽക്കൂ എന്ന് ഉറപ്പിച്ചാലും കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്.
അതിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്താൽ മതി? പരമാവധി സ്വതക്ക് കൊടുക്കുക. എന്നാൽ ഈ മായത്തുനിന്ന് രക്ഷപ്പെടും ചെയ്യും, ഈ പോയസം കയറാതെ രക്ഷപ്പെടും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്ന് ചായം ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു ആത്മസുഹൃത്ത് ഗുണകാംക്ഷി നൽകിയതാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തിയായി കൊടുക്കട്ടെ. മനസ്സിലുള്ള ചിന്തകൾ മുഴുവനും ഹൈറായത് സലാമത്തുള്ള അള്ളാഹു നടപ്പിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ഒഴിവാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ആർക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അള്ളാഹു തആല ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു രോഗം സലാമത്തായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. പഠിച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വളരെ പ്രയാസം പറഞ്ഞ് കരഞ്ഞു വാട്സപ്പിൽ. അതാണ് കുറച്ച് ഇന്നും നിലക്ക് ലേറ്റ് ആയത്. വലിയൊരു പ്രശ്നങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ക്ലാസ് പങ്കെടുക്കുന്ന ആളൊന്നുമല്ല, എന്നാലും വേദനയാണല്ലോ. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കോണിപ്പണി ഇറങ്ങിയത്. പഠിച്ചോനെ അതിന് ശിഫയായി കൊടുക്കണേ, സലാമത്തായി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചനെ ബ്ലോക്കായി കിടക്കുന്ന ആ വാതിലിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ ടെൻഷൻ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. കുടുംബസമേതം പ്രയാസത്തിലാന്ന് പറഞ്ഞ് കരയാണ്. നീ എന്താണ് അതിൽ ഇടപെടാൻ? എനിക്കെല്ലാം കഴിയുന്നവരിൽ ഇടപെട്ടുകൊണ്ട് ഹൈറായ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ രോഗബാധിതരായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെ രോഗങ്ങളൊക്കെ ഇത്തിരി ഗൗരവമാണ്. നീ ശിഫയാക്കണേ റബ്ബേ. അലോപ്പതി ഗൗരവാന്ന് പറഞ്ഞാൽ നിനക്ക് നിഷ്പ്രയാസമാണല്ലോ. നീ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ചികിത്സകൾ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം കൂട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഷിഫാന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. ഭാര്യമാരെ വഴിയാധാരങ്ങളാക്കല്ലേ അല്ലാഹ്. മക്കളെ അനാഥരാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ഒരുക്കമില്ലാത്ത പെടുന്നനെയുള്ള മരണങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. ബാധ്യതകളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാഹ്. മക്ക മദീനകളിൽ പോവാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അത് ആയുസിൽ പലവട്ടം പോവാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഇരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയും കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും വിറകാക്കി കരിക്കല്ലേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാതിഥികൾ, ഉറ്റവർ, ഉടയവർ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ എല്ലാവർക്കും ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. മുത്താലിമീങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ബേക്കറികൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പിടി ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അവരൊക്കെ ബിസിനസ്സുകാരാണ്. ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൈസീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.